അല്ല നിർബന്ധമാക്കിയതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു ഹറാമാക്കിയതെല്ലാം എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടോ? സഹോദരാ, നിന്റെ പേരാണ് ഖുർആൻ പറഞ്ഞ ലാലിമ്. നീയാണ് ഖുർആനിന്റെ അവകാശികളിൽ ഒന്നാമത്തെ കാറ്റഗറി. മിൻഹുൽ ലാലിമുൽ ലിനഫ്സിഹി. നിന്നെ പറ്റിയാണ് ഉമർ തങ്ങൾ മിമ്പറിൽ നിന്ന് പറഞ്ഞത്, മഗ്ഫൂറുൻ ലഹു. പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അല്ലാഹു നിനക്ക് മാപ്പ് തരുന്നതാണ്. സഹോദരങ്ങളെ, നിർബന്ധമായ അമലുകൾ പലതും നമ്മൾ ഉപേക്ഷിച്ചു പോകാറുണ്ട്. ഹറാമാക്കിയതിൽ പലതും നമ്മൾ ചെയ്തു പോകാറുണ്ട്. ചിലതൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആയിഷയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൃദ്ധനായ മനുഷ്യനാണ്. കണ്ണിന്റെ പോള പോലും, കണ്ണിന്റെ പീരി പോലും നരച്ചവനാണ്. പുരികം പോലും നരച്ചവനാണ്. ദാടിരോമങ്ങളെല്ലാം നരബാധിച്ചവനാണ്. പ്രായാധിക്യം ചെന്ന ആയിഷ മക്കയിൽ നിന്ന് ഒട്ടകക്കട്ടിൽ കയറി കിടക്കുന്നു. ഒട്ടകത്തെ തെളിച്ച് പരിചാരകര് കൊണ്ടുപോകുന്നു. അയാളുടെ ഒരു സതീർത്ഥ്യനെ, ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കാണുന്നു. അയാൾ ചോദിക്കുന്നു, ആയിഷ എങ്ങോട്ടാ? അയാൾ പറഞ്ഞു, മദീന വരെ പോവുകയാണ്. എന്താ മദീനയിൽ പ്രത്യേകിച്ച്? എനിക്ക് മുഹമ്മദിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ മുഹമ്മദിനെ കാണുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് കൈപിടിച്ചു മുസ്ലിമാകണം. ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങള്. ആയിഷ പറഞ്ഞു, എനിക്ക് മുസ്ലിമാകണം. ആ സമയത്ത് ആയിഷയോട് കൂട്ടുകാരൻ പറഞ്ഞു, നീ എന്ത് ഭാവിച്ചിട്ടാ 5 നേരം നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ആ സമയത്ത് ആയിഷ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് മനുഷ്യനാടോ? അള്ളാഹു ആരോഗ്യം തന്ന കാലം എത്രയും ഞാൻ ജീവിച്ചില്ലേ? ഒരു രോഗം പോലും ദൈവം എനിക്ക് തന്നില്ലല്ലോ. ആ പടച്ചവന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാതിരുന്നാൽ ഞാൻ മനുഷ്യനാണോ? അതുകൊണ്ട് നിസ്കാരം എനിക്ക് പ്രശ്നമല്ല. ഇയാള് പറഞ്ഞു, എന്നാ സക്കാത്ത് കൊടുക്കണം പറ്റുമോ? കൊടുത്താൽ എന്താടാ? കാരണം അല്ലാഹു ഇത്രയും വലിയ സ്വത്ത് എനിക്ക് തന്നില്ലേ? അതിൽ നിന്ന് എല്ലാം കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. 2.5% പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് പറയുന്നത് അത് വലിയ കാര്യമല്ലല്ലോ. അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആയിഷയെ പിന്തിരിപ്പിക്കുകയാണ്. ആ സമയത്ത് ആയിഷ ഓരോന്നിനെയും വെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ആയിഷയോട് ഈ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, എടോ, നിനക്ക് പലിശ വാങ്ങാൻ പറ്റൂല. എന്തിനാ പാവപ്പെട്ടവന്റെ ചോരയും നീരും ഞാൻ ഊറ്റി കുടിക്കുന്നത്? നാളിതുവരെ എന്റെ സ്വത്തുക്കളെല്ലാം പലിശ വാങ്ങിയതായിരുന്നില്ലേ? അതുകൊണ്ട് ഞാനത് വെച്ച് കെട്ടിയടോ. പിന്നെ പറഞ്ഞു, നിനക്ക് വ്യഭിചരിക്കാൻ പറ്റൂല. അയാള് പറഞ്ഞു, വയസ്സിത്രയുമായി ഇനി എന്ത് വ്യഭിചാര? എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമല്ല. മൂന്നാമത് ആയിഷയോട് വിളിച്ചു പറഞ്ഞു, ആയിഷ, ആ മതത്തിൽ ചേർന്നാൽ കള്ള് കുടിക്കാൻ പറ്റൂല. നിനക്ക് മദ്യപിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് കേട്ടപ്പോൾ ആയിഷയ്ക്ക് പെട്ടെന്ന് ബോധോദയം വന്നു. ആയിഷയുടെ ദുർമനസ് മന്ത്രിച്ചു, തിരിക്കടാ ഒട്ടകത്തെ എന്ന് കട്ടിലിൽ കിടന്നിട്ട് ആയിഷ പറഞ്ഞു. ഒട്ടകം പെട്ടെന്ന് തിരിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് മരുഭൂമിയിൽ തലകുത്തി വീണിട്ട് പെടലി ഒടിഞ്ഞ് ചത്തുപോയി. സഹോദരങ്ങള്, ആയിഷ എന്ന് പറയുന്ന വയോവൃദ്ധന് അല്ലാഹു ഹിദായത്തിന്റെ വഴി തെളിച്ച് കൊണ്ട് പകുതിയിലെത്തിയപ്പോൾ അതിൽ നിന്ന് ആയിഷയെ പിന്തിരിപ്പിച്ചത് മദ്യത്തിന്റെ പേരിലായിരുന്നെങ്കിൽ ആയിഷ നിസ്കാരം, നോമ്പ് എല്ലാം പിടിക്കാനും വീടാനും ചെയ്യാനും അദ്ദേഹം തയ്യാറാണ്. ഹറാമെല്ലാം ഒഴിവാക്കാൻ തയ്യാറാണ്. പക്ഷേ മദ്യമില്ലാത്ത ജീവിതം അചിന്തനീയമാ. ചിലരങ്ങനാണ്. ചിലർക്ക് ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും. അല്ല നിഷിദ്ധമാക്കിയതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, അല്ല നിർബന്ധമാക്കിയത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, അല്ല പറയുന്നു, നിങ്ങളാണ് ലാലിമീങ്ങള്. ഇനി പരലോകത്ത് എന്താണ് നേരിടേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ കൂട്ടർക്ക് നാളെ പരലോകത്ത് നേരിടേണ്ടി വരുന്നത് മുഫസ്സിരീങ്ങൾ പറയുന്നത്, വഹും യുഹാസബൂന ഫീ തൂലിൽ ഹശ്രി. നാളെ പരലോകത്ത് ഭീകരമായ കൊല്ലങ്ങളോളം നീ വിചാരണ ചെയ്യപ്പെടുന്നതാണ്.
فيصيبهم في ذلك المكان الغم والحزن. ആ സമയത്ത് നിനക്ക് വല്ലാത്ത ദുഃഖവും പ്രയാസവും നേരിടേണ്ടി വരും. നീ അവിടെ നിന്ന് പറയും, നരകത്തിലേക്കായാലും വേണ്ടില്ല തമ്പുരാനെ, ഞങ്ങളെ വന്ന് ഇവിടെ നിന്ന് മാറ്റണേ എന്ന് നിലവിളിച്ചവിടെ സങ്കടപ്പെടേണ്ടി വരും. അവസാനം നിന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോ നീ പറയുന്ന വാക്ക് സൂറത്തുൽ ഫാത്തിറിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഫഹും യഖൂലൂൻ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫളിലിഹി ലാ യമസ്സുനാ ഫീഹാ ലുസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. അവസാനം പിന്നെ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗത്തിലെ നിന്നെ അല്ലാഹു പ്രവേശിപ്പിക്കുമ്പോ നീ അവിടെ കിടന്ന് പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ അഹല്ലനാ ദാറൽ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹുവേ നീ എന്നെ ഇവിടെ പ്രവേശിപ്പിച്ചല്ലോ, എന്റെ ദുഃഖങ്ങളൊക്കെ മാറിയല്ലോ, നിനക്ക് സർവസ്തുതി. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ, റബ്ബേ എന്നെ ഇവിടെ താമസിപ്പിച്ച നിനക്കാണ് സർവസ്തോത്രം തമ്പുരാനെ. എന്നെങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റും, പക്ഷെ അതുവരെ അനുഭവിക്കണ്ടേ? അതുവരെ അനുഭവിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ആലോചിച്ചൊക്കെ. വേറെ ഒന്നും വേണ്ട. നഖം വെട്ടുമ്പോൾ അല്പം ഒന്ന് കയറിപ്പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതുപോലും സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ ഈ സമയത്ത് ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആലോചിച്ച് നോക്കിയേ. അള്ളാന്റെ പരലോകത്ത് വിചാരണ തടവുകാരനായി കഴിയുമ്പോൾ നമ്മൾ പറയുമെന്ന്, ഇമ്മ ഇലന്നാറ് നരകമെങ്കിൽ നരകം, അള്ളാ അവിടേക്കെങ്കിലും ഒന്ന് പറഞ്ഞു വിട്, ഇവിടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നൊരു രംഗം ആലോചിച്ച് നോക്കിയേ. ആ ഒരു അവസ്ഥയിൽ അല്ലാഹു തആല ഈ വിഭാഗത്തെ തൂലുൽ ഹശ്റിൽ ഹിസാബ് ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിടിച്ചു നിൽക്കാൻ പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ള പറഞ്ഞത് അങ്ങോട്ട് ചെയ്യുക, അള്ള ചെയ്യരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കുക. എത്ര സിമ്പിളാണ് ഇസ്ലാം, എത്ര സിമ്പിളാണ്. ആലോചിച്ച് നോക്കിയേ. ഒന്നും നമുക്ക് കഴിയാത്തതൊന്നും അള്ള പറഞ്ഞില്ല. അള്ള എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നും അള്ള പറഞ്ഞില്ല. പടച്ചോനെ എനിക്ക് നിസ്കരിക്കാനൊന്ന് തീരെ വയ്യ. വേണ്ട, നിസ്കരിക്കണ്ട. നീ ആരോഗ്യമുള്ളപ്പോൾ നിസ്കരിച്ചില്ലേ? അതെ. നിനക്കൊന്ന് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഒട്ടും പറ്റില്ല. എന്നാൽ കിടക്കും മോനെ, അതും പറ്റുന്നില്ല. എന്നാൽ നീ കണ്ണുകൊണ്ട് നിസ്കരിക്കുക, അതിനും പറ്റുന്നില്ല. ശരി, നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൻ്റെ കടമ്പകൾ, നിസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ ഓരോന്നും മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അത് മതി. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ആരോഗ്യമുണ്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊരു യാത്ര പോകണം. ട്രെയിനല്ലേ? അള്ള പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ ഈ നാട് വിട്ടു പോകുമ്പോൾ ഏതെങ്കിലും പള്ളി കയറി ആ രണ്ടും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് പൊയ്ക്കോ. ആലോചിച്ച് നോക്കിയ. ഒരു ഫാത്തിഹയിൽ നാട്ടിൽ നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഒരു റക്അത്തിലെ ഒരു ഫാത്തിഹയിൽ ഒരക്ഷരമൊന്ന് മാറിപ്പോയ നിസ്കാരം ശരിയല്ല. അള്ളാഹു പറയുന്നു, നീ 2 റക്അത്ത് അങ്ങ് വിട്ടേക്ക്. ഒരു ഫാത്തിഹ വിടാനല്ല പറഞ്ഞത്, 2 റക്അത്ത് അങ്ങ് വിട്ടേക്ക്, 2 മതി. പടച്ചോനെ, എന്നാൽ പോലും എനിക്ക് അത്രയും ബുദ്ധിമുട്ടി ഞാൻ അവിടെ പോയി യാത്ര ചെയ്ത് വരുമ്പോൾ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല. നീ പിടിക്കണ്ട, നീ പിന്നീട് പിടിച്ച് വിടിയാ മതി. യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല. ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം ആനുകൂല്യം അള്ളാഹു ഇസ്ലാമിൽ നമുക്ക് തന്നിരിക്കുന്നു, എന്തെല്ലാം ആനുകൂല്യങ്ങൾ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു. ഇത്രയും സിമ്പിളായ ഒരു മതം പരിശുദ്ധ ഇസ്ലാം അല്ലാതെ വേറെന്താ? നമ്മൾ ആവശ്യമില്ലാതെ. ഇടയ്ക്കിപ്പോൾ ആളുകളോട് പറഞ്ഞു, ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നു. ആലോചിച്ച് നോക്കണേ. ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നു. അയാൾ ചോദിച്ചു, എന്താണ് ഞാൻ മുസ്ലിമായ, എന്തൊക്കെയാണ് മുസ്ലിമായുള്ള കാര്യങ്ങൾ? ഇയാൾ പാവത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒരു 3:30 മണിയാകുമ്പോൾ എഴുന്നേക്കണം. തഹജ്ജു എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ദുആ ഓതാണ്ട്. ആദ്യമായിട്ടാണ് ഈ ദുആ കേൾക്കുന്നത്.
അയാൾ ഇത് പറയാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിട്ട് ഇടത് കാല് വെച്ച് അല്ലാഹുമ്മ ബിസ്മിക എന്നാണ് ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പറഞ്ഞ് ഇടത്തെ കാല് വെച്ചിട്ട് അകത്ത് കയറണം. കയറി ഇരുന്നിട്ട് അത് ഇടതുവശം ചരിഞ്ഞിരിക്കണം. എന്നിട്ട് ദീർഘനേരം ഇരിക്കാൻ പാടില്ല. എന്നിട്ട് ഇടത് കൈ കൊണ്ട് ശൗചം ചെയ്യണം. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് വേണം ഇറങ്ങാൻ. ഇറങ്ങിയിട്ട് ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽഅദാബ വഅഫാനി എന്ന് പറയണം. എന്നിട്ട് അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് പറയണം. എന്നിട്ട് നീ പെട്ടെന്ന് തന്നെ സുബഹീന്റെ മുമ്പുള്ള കാര്യം പറയാം, തഹജ്ജുദിന് നീ പെട്ടെന്ന് തന്നെ ഒരു മുസല്ല വിരിക്കണം. അത് കിബിലയ്ക്ക് നേരെ തന്നെ ആകണം, വലത്തോട്ട് ഇടത്തോട്ടൊന്നും ചരിയാൻ പാടില്ല. നീ നിസ്കരിക്കുന്ന ആ മുസല്ലയുടെ 3 മുഴം മുമ്പിൽ ഒരു മറ ഉണ്ടാകണം. 1 മുഴത്തിൽ 2 പൊക്കം ഉണ്ടാവണം. എന്നിട്ട് വേറെ ഒരു ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. നീ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടിയിട്ട് നേരെ നിന്നിട്ട് നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കുമ്പോൾ കൃത്യമായി തെറ്റിപ്പോവാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് ഉച്ച വരെ ആയി. രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ്. ഉച്ച വരെ ആയപ്പോഴും സുബഹിയിൽ കയറിയിട്ടില്ല. ഇവൻ പറഞ്ഞു, തൽക്കാലം ഇപ്പം ഞാൻ മുസ്ലിം ആവുന്നില്ല, സമയമൊക്കെ ഉള്ളപ്പോൾ വരാം. എന്തിനാണ് ഈ ഇടങ്ങേറുണ്ടാക്കാൻ പോണ അയാളുടെ അടുത്ത്? നീ ആദ്യം കലിമ പറ, ബാക്കിയൊക്കെ അത് സംഭവം നടന്നോളും, പതുക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവന് ഹിദായത്തും കിട്ടി, അള്ളാഹു അവനെ മുസ്ലിമാക്കി, അവൻ പതുക്കെ പഠിച്ച് നന്നായിട്ട് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിച്ചേനെ. ഇതെല്ലാം കൂടെ എടുത്തോട്ട് തലയിലങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പോയ പാവം പറയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയത് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ. 12 മണിയായപ്പോഴും തഹജ്ജുദിൽ ഇരിക്കണേ ഉള്ളൂ, അപ്പോഴും സുബഹിയിലായിട്ടില്ല. ഇനി എത്ര കിടക്കുന്നു? ഇഷ്റാഖ്, ലോഹറിന് മുമ്പുള്ള റവാത്തിബ്, ശേഷമുള്ളത് ലോഹർ, അസറിന് മുമ്പുള്ളത് അസർ, മഗ്രിബിന് മുമ്പുള്ളത്, മഗ്രിബിന് ശേഷമുള്ളത്, പിന്നെ ഇഷാക്ക്, ഇതിനിടയിലുള്ള അവ്വാബീന്, ഇഷ, വിത്തർ, അതുപോലെ തന്നെ കിടക്കാൻ നേരത്തെ ദുആ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ യോം വിചാരിച്ചു ഞാൻ മുസ്ലിമായിട്ട് സ്വർഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷ വേണ്ട. കാരണം എൻ്റെ പേര് പറയാൻ പോലും നാക്കിരിയാത്ത ഞാൻ എങ്ങനെ ഈ ദുആയൊക്കെ പഠിക്കും എന്നൊക്കെ ആലോചിച്ച് പാവപ്പെട്ട അവിടെ തന്നെ അങ്ങ് നിന്നു. എന്തിനാണ് ഈ പൊല്ലാപ്പിന് നമ്മൾ പോകുന്നത്? മര്യാദയ്ക്ക് നമ്മൾ ദഅവത്ത് ചെയ്ത് കൊടുക്കുക, സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചില ആളുകളുടെ ഹജ്ജിൻ്റെ പഠന ക്ലാസ് കണ്ട അവർ കൊടുത്ത പൈസ പാസ്പോർട്ടും മറ്റോടെ തിരിച്ചു പോകും. പേടിയാണ് അവർക്ക്, പേടിപ്പിക്കുകയാണ്. നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഒരാട് പോവും. അത് ഒരാടെങ്ങനെ അവിടുത്തെ റിയാലിൽ ഇത്ര, അത് നാട്ടിൽ എവിടെ എത്ര എന്നൊക്കെ പറയുമ്പോഴേ ഒന്നാമത് ആ ഉസ്താദൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഇയാൾ ഹജ്ജിന് തന്നെ പോണത്. അറഫയിൽ ദുൽഹജ്ജ് 8-ന് പോയ, പിന്നെ മിനായിൽ നിന്നിട്ട് പിന്നെ ദുൽഹജ്ജ് 9-ന് അറഫയിലും പോയി നിന്ന് ദുൽഹജ്ജ് 10-ന്റെ അന്ന് പിന്നെന്താണ് പിന്നെ അറത്തും കൊടുത്ത് 11-ഉം 12-ഉം പിന്നെ അന്ന് രാത്രിയിൽ മുസ്ദലിഫയിൽ രാവാർത്ത് 3 ദിവസം മിനയിൽ തമ്പിൽ താമസിച്ചിട്ട് കല്ലേറ് ചെയ്ത് നടത്തി, പിന്നെ തലമുണ്ടനം ചെയ്ത് തഹല്ലുലായി വന്ന് ഇഫാദത്തിന്റെ തവാഫ് ചെയ്ത് സഈൻ ചെയ്ത് റാഹത്തായിട്ട് വരണം. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അപ്പോഴും നമുക്ക് റാഹത്തായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്ത ഹാജിക്ക് ബോധ്യമായി. ഇതിവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ, ചെരുപ്പ് ധരിക്കുന്നത് മുതൽ, വണ്ടിയിൽ കയറുന്നത് മുതൽ, അവിടെ തുടങ്ങുന്ന ദിക്ർ, ഇതെല്ലാം പറഞ്ഞു പോകും. ആദ്യത്തത് മറന്നാ വരുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരലോകത്ത് നമ്മൾ നാളെ നിർത്തപ്പെടുകയും ആ നിർത്തപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു തരുന്ന പണിഷ്മെന്റ് തൂലുൽ ഹശ്റിലെ അല്ലാഹു തആല ഹിസാബ് അങ്ങോട്ട് നടപ്പിലാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള മതമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മതമാണ് ഇത്. നമുക്ക് ചെയ്യാം. അള്ള നിർബന്ധമാക്കിയതൊക്കെ അങ്ങോട്ട് പഠിച്ചിട്ട് ചെയ്യുക. അള്ള ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. 50 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കി അല്ലാഹു തആല ശഠിച്ചുകൊണ്ട് അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 24 മണിക്കൂർ 50 വഖത്താണെങ്കിൽ ഓരോ 40 മിനിറ്റിനിടയിൽ നിസ്കാരം ഇല്ലേ? ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറാകാൻ പോകുന്നു. ഇതിനിടയിൽ 3 പ്രാവശ്യം ബാങ്ക് വിളിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാരവാഹികൾ ചിന്തിച്ച് നോക്കിയാൽ മോദീനെ പള്ളിയിലെ ഉസ്താദിന് എത്ര ശമ്പളം കൊടുക്കേണ്ടി വരും? 5 വഖത്തിന് ഇപ്പോൾ കൊടുക്കണം 10,000 രൂപ. അങ്ങനെയാണെങ്കിൽ 50 വഖത്തിന് എത്ര കൊടുക്കണം? നമുക്ക് വഴല് പറയാൻ പറ്റുമോ? കല്യാണം നടത്താൻ പറ്റുമോ? ഒരു യാത്ര പറ്റുമോ? എന്തോ ഒരു ദുരിതമായിരുന്നേനെ. അപ്പൊ അല്ലാഹു തആല 5 ആക്കി ചുരുക്കി തന്നു. അപ്പോഴും ചില ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് ആദ്യം അബദ്ധം പറ്റിയതാണ്, 50 പറഞ്ഞു. പിന്നീട് നമ്മൾ ഈ കച്ചവടക്കാർ ബ്രോക്കർമാർ പറയും പോലെ 5 ആക്കി. അല്ല, 50 നിങ്ങൾക്ക് ആക്കി തന്നത് എൻ്റെ കരുണ കൊണ്ട് നിങ്ങൾക്ക് 5 ആക്കി തരികയാണെന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അല്ല, അള്ളാഹ്ക്ക് തെറ്റുപറ്റിയതല്ല. നിങ്ങളോട് ഞാൻ കരുണ കാണിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണത്.
അതുകൊണ്ട് നാളെ പരലോകത്തിൽ നമുക്ക് ഒരുപാട് വർഷങ്ങളോളം, ഒരുപാട് വർഷമെന്ന് പറഞ്ഞാൽ മിഖ്ദാറുഹു 50,000 സന. ഇവിടത്തെ ഒരു ദിവസം, അവിടത്തെ ഒരു ദിവസം, ഇവിടത്തെ 50,000 വർഷമാണത്രേ. അവിടത്തെ ഒരു ദിവസം, ഇവിടത്തെ 50,000 വർഷമാണത്രേ. ആ നിലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നമ്മൾ നിൽക്കേണ്ടി വരുന്നതാണ്. അല്ല നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗം ആലിമീങ്ങളാണ്. അവരുടെ അടയാളം പറഞ്ഞു. ഹറാമ് ചെയ്യുന്നവരാണ്, എല്ലാം ചെയ്യണമെന്നില്ല, ചിലതായാലും മതി. ഫറലായത് ഉപേക്ഷിക്കുന്നവരാണ്, എല്ലാം ഉപേക്ഷിക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാലും മതി. അവന്റെ പേര് ലാലിമെന്നാണ്. അവന് മഹിഷറയില് ധാരാളം കൊല്ലം നിൽക്കേണ്ടി വരുന്നവനാണ്. അവസാനം അല്ലാഹുവിനെ സ്വർഗത്തിൽ കടത്തുന്നവനാണ്. അവന് ഖുർആന്റെ അവകാശിയാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ല പറയുന്നു, മിൻഹും മുഖ്തസിദ്, മധ്യ നിലവാരമുള്ളവരാണ്, ഒരു മധ്യവർത്തിയുള്ളവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവരുടെ അടയാളം എന്തെന്നറിയോ? ഒരുപക്ഷെ ഇതിലിരിക്കുന്ന സിംഹഭാഗവും ആ വിഭാഗത്തിൽ പെട്ടവരാകാം. എന്താണ് അവരുടെ അടയാളം എന്നറിയോ? ഇതിലെങ്കിലും ആകാൻ നമ്മൾ ശ്രമിക്കണേ സഹോദരങ്ങളെ. അവരുടെ അടയാളം അൽ മുഅദ്ദീലിൽ വാജിബാത്ത് അത്താരിഖിൽ മുഹറമാ. അവരെ ഹറാമ് സമ്പൂർണമായി ഒഴിവാക്കുന്നവരാ, സമ്പൂർണമായി ഹറാം ഒഴിവാക്കുന്നവരാ. ഫർള് എല്ലാം കൃത്യമായി പിടിച്ചു വീടുന്നവരാ. ഒരു ഫർള് പോലും അവർ ഉപേക്ഷിക്കൂല, ഒരു ഹറാമ് പോലും അവർ ചെയ്യൂല. പക്ഷേ വഖദ് യത്റുകുൽ മുസ്തഹബ്ബാതി വയഫഅലു ബഅദൽ മക്റൂഹാ. സുന്നത്ത് പലതും അവർ ഉപേക്ഷിക്കാറുണ്ട്. അല്ല കറാഹത്താക്കിയത് പലരും അവർ ചെയ്യാറുമുണ്ട്. അവരാണ് മുഖത്തസ്രീങ്ങള്, അവരാണ് മധ്യവർത്തികള്, അവരാണ് മിഡിൽ ലെവലിലുള്ളവര്. സഹോദരങ്ങളെ, അടയാളം എന്താണ്? ഫറലൊന്നും അവര് വിടൂല, ഫറലായതൊന്നും അവർ ഉപേക്ഷിക്കൂല. പക്ഷേ സുന്നത്ത് അവര് ചെയ്യാറില്ല. സുന്നത്ത് അവര് കളയും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും, അത് സുന്നത്തല്ലേ ഉള്ളൂ, അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറയും. അതാണ്. ഹറാമൊന്നും അവർ ചെയ്യില്ല, പക്ഷെ കറാഹത്ത് അവർ കൃത്യമായിട്ട് ചെയ്തിരിക്കും. മനഃപൂർവ്വമല്ല, മനഃപൂർവ്വമാകണമെന്നില്ല, കറാഹത്ത് അവർ ശ്രദ്ധിക്കില്ല. എന്താ കറാഹത്ത്? എന്റെ അഭിവന്ദനായ ഷെയ്ഖ് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹളറത്ത് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, തെന്നിന്ത്യയിലെ ആശിഖുർ റസൂലാണ്. മഹാനവറുകൾ ഒരിക്കൽ മന്നാനിയിൽ ഒരു ദിവസം ബുഖാരി ഹാളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ഷെയ്ഖിന്റെ മുരീദാകണമെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം 12 വർഷത്തോളം ചെറുതും വലുതുമായ സകല പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണം മുരീദാകണമെങ്കിൽ. ഷെയ്ഖല്ല, മുരീദ്. ഒരു ഷെയ്ഖാകണമെങ്കിലല്ല, ഷെയ്ഖിന്റെ മുരീദാകണമെങ്കിലുള്ള ക്വാളിറ്റി 12 വർഷം ചെറിയ പാപം പോലും ചെയ്യാൻ പാടില്ല. എന്തായി ചെറിയ പാപം? മുന്നോട്ട് തുപ്പല് ചെറിയ പാപമാണ്, വലത്തോട്ട് തുപ്പല് ചെറിയ പാപമാണ്, ഇടതുഭാഗത്തേക്ക് തുപ്പണം, പിറകു ഭാഗത്തേക്ക് തുപ്പണം, വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് തിന്നണം. ഇതൊക്കെ സുന്നത്താൻ, ഇതൊക്കെ ഉപേക്ഷിക്കല് കറാഹത്താൻ. എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് സഹോദരങ്ങളെ, ഇപ്പോഴും ഉണ്ട്. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട മുഹീസ് സുന്ന ജീവിതത്തിൽ സുന്നത്ത് എന്താണെന്ന് ഹയാത്താക്കി കൊടുത്ത മനുഷ്യനാണ്. ഒരുപാട് വേദികളിൽ ഒരുമിച്ച് പ്രസംഗിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ദുആക്കി വന്ന ഒരുപാട് വേദികൾ ഉണ്ടായിട്ടുണ്ട്. 40 ജമാഅത്ത് നടന്നു അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരം. സുബഹിക്ക് തൊട്ട് മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ ഉള്ളവന് ഭാഗ്യം കിട്ടി. കാരണം വർക്കലയിൽ ഒരു പ്രസംഗത്തിന് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണമറിയുന്നത്. ആ വണ്ടിയിൽ തന്നെ ഞാൻ നേരെ പോയി വളാഞ്ചേരിയില്. അവിടെ ചെല്ലുമ്പോൾ സുബഹിന് ബാങ്കിന് ഏതാനും മിനിറ്റുകൾക്ക് മാത്രം ബാക്കി. അവിടെ ഫത്തുഹുൽ ഫത്താഹിൽ മയ്യത്ത് വെച്ചിരിക്കുന്നു. ആ മയ്യത്തടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ നേരത്ത് ബഹുമാനപ്പെട്ടവരുടെ ആ മയ്യത്ത് നമസ്കാരം കൂടി ആളുകൾ വരുന്നവരൊക്കെ കൂടി നിസ്കരിക്കാൻ. അങ്ങനെ അവിടെ നിന്ന ബഹുമാനപ്പെട്ട പണ്ഡിതൻ അനൗൺസ് ചെയ്തു, ഞാനുണ്ട്, ഞാൻ ഇമാമത്ത് നിൽക്കുമെന്ന്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണത്. ഞാൻ ഇമാമത്ത് നിന്നു. വലിയ ഒരു ജനാവലി പിന്നിലുണ്ടായിരുന്നു. എല്ലാ കൂട്ടരും ഇമാമത്ത് നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ 40 ജമാഅത്ത് നടന്നു നിസ്കാരം. ആ മഹാനുഭാവന്റെ ചരിത്രം പറയുന്നത്
അദ്ദേഹത്തിൻ്റെ ചില യാത്രകളിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെപ്പറ്റി അറിഞ്ഞു കേട്ടത് അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നും കേട്ടിട്ടുണ്ട്, അബ്ദുൽ വാഹിദ് മുസ്ലിയാരിൽ നിന്ന്. എന്താണെന്നറിയോ, അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇടതുഭാഗത്ത് ഇങ്ങനെ സർജറി ചെയ്തിട്ടുണ്ട്. ആ സർജറി ചെയ്തതിന് ശേഷം വലത് കൈയിൽ ഇങ്ങനെ സ്റ്റേ കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ കവിള് ചേർത്ത് വെച്ചിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ കയ്യിൽ ഈ ഒരു കോട്ടൺ പഞ്ഞി കൊണ്ട് കവിളിലൂടെ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പഞ്ഞിയുടെ ആവശ്യം വന്നപ്പോൾ പഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു, കോട്ടൺ. അതുകൊണ്ട് കൊടുത്തപ്പോൾ നിലത്ത് വെക്കാൻ പറഞ്ഞു. നിലത്ത് വെക്കാൻ വിരൽ കാണിച്ചു. നിലത്ത് വെച്ചപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ഈ പഞ്ഞി കൊണ്ടിങ്ങനെ മുക്കിയിട്ട് പഞ്ഞി കൊണ്ടിങ്ങനെ ആ നീര് ഒപ്പിക്കളഞ്ഞു. ഇത് കണ്ടപ്പോൾ കൂടെ നിന്നവർ ചോദിച്ചു, എന്താ കൈനീട്ടി വാങ്ങാത്തത്? അവരുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങളും ക്യാച്ച് ചെയ്യാൻ ആളുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആരെന്ത് തന്നാലും വലത് കൈ കൊണ്ട് വാങ്ങണം, ആർക്കെന്ത് കൊടുത്താലും വലത് കൈ കൊണ്ട് കൊടുക്കണം. ഇടത് കൈ കൊണ്ട് നീട്ടി വാങ്ങുന്നത് അദബ് കേടാൻ, സൂല്ലദബാൻ. അതുകൊണ്ടാണ് അവിടെ വെക്കാൻ പറഞ്ഞത്. വെച്ചപ്പോൾ ഞാനത് എടുത്ത് ചെയ്തു, അതിന് പ്രശ്നമല്ല. ഇടുക്കി ജില്ലയിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളി ഉദ്ഘാടനമാണ് ശാന്തംപാറ എന്ന് പറയുന്നത്. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ വിനീതനാണ് മുഖ്യ പ്രഭാഷണം. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുആ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചൊരു 3/4 മണിക്കൂറായപ്പോൾ ഉസ്താദ് കയറി വന്നു. കുറച്ചുകൂടെ പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പ്രസംഗം നിർത്തി. പീഠവും മേശയും കസേരയൊക്കെ എടുത്ത് വെളിയിലിട്ടു. മുസല്ല വിരിച്ചു. സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ഇരുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് കുപ്പിവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്, മിനറൽ വാട്ടർ. സംഘാടകരിൽപ്പെട്ട ഒരാൾ ഭാര്യയ്ക്ക് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു കുപ്പി എടുത്തുകൊണ്ട് കൊടുത്തിട്ട്, ഉസ്താദ് ഇതിൽ നിന്ന് മന്ത്രിച്ചേരണമെന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ മുഖത്ത് ഭാവവ്യത്യാസം വന്നു. ഉസ്താദ് പറഞ്ഞത്, ഈ ഇരിക്കുന്ന ഇത്രയും ആളുകളോട് പൊരുത്തം ചോദിക്കുക, അവർ കൂടെ അവകാശപ്പെട്ടതാണ് ഈ വെള്ളം. അവർ പൊരുത്തം തന്നാൽ ഞാൻ ഓതിത്തരാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വെള്ളം കൊണ്ടുപോവാ, ഞാൻ അതിൽ ഓതിത്തരാം. നമ്മൾ ആര് ശ്രദ്ധിക്കും ഈ വിഷയങ്ങൾ? നമ്മൾ ആര് ശ്രദ്ധിക്കും ഈ വിഷയങ്ങൾ? ഉറുമ്പങ്ങാനം ദേഹത്തൂടെ കയറി ഓടിയാൽ എടുത്തിട്ട് ആരുടെങ്കിലും കൈ കൊടുത്തിട്ട് ആരും കാണാത്തടത്ത് കൊണ്ടിടണം, അതിനെ ചവിട്ടി അരയ്ക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് കൊച്ചു കുട്ടികളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ജീവിതം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു മഹാന്റെ കഥയായി പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിനെയൊക്കെ മായാവി കഥകളാക്കിയും അതുപോലെ തന്നെ ഇതിനെയൊക്കെ മോശമായി ചിത്രീകരിച്ചുമൊക്കെ കൊടുക്കാൻ ആളുകളുണ്ട്. അവരോടൊന്നും പറയാൻ നമുക്ക് മറുപടിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ധീര കേസരികളും പൂർവസൂരികളും ജീവിച്ച് കാണിച്ചതെന്ന സുന്ദരമായ മഹിതമായ മാതൃക എന്തുകൊണ്ടാണ്? അവർ ജീവിതത്തിൽ ഹറാമ് ചെയ്യാത്തവരാണ്. കറാഹത്ത് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചെയ്തു പോകുന്നവരാണ്. ഫർലായ കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കില്ല, സുന്നത്തായ പലതും ഉപേക്ഷിക്കുന്നവരാണ്. ഞാൻ ഈ പറഞ്ഞ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ളവർ ആ വിഷയത്തിൽ പോലും സൂക്ഷ്മത കാണിക്കുന്ന ആളുകളാണ്. അവരുടെ കാര്യം പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് നമ്മളിൽ പലരും അങ്ങനെയല്ലേ, ഫറലൊന്നും ഒഴിവാക്കൂല. നോമ്പിന് നോമ്പ്, നിസ്കാരത്തിന് നിസ്കാരം, ഹജ്ജിന് ഹജ്ജ്, സക്കാത്തിന് സക്കാത്ത്. കള്ളുകുടിയില്ല, വ്യഭിചാരമില്ല, പലിശയില്ല, മദ്യപാനമില്ല, ഒന്നുമില്ല, എല്ലാം ഒഴിവാക്കി. അള്ള നിഷിദ്ധമാക്കിയതൊക്കെയും പഠിച്ചത് മുഴുവനും ഒഴിവാക്കി. പക്ഷേ കറാഹത്തറിയാതെ വന്നു പോകും, സുന്നത്ത് പലതും ഉപേക്ഷിച്ചു പോകും. ആ വിഭാഗമാണ് മുഖത്തസദീങ്ങൾ. അവർക്ക് എന്താ നാളെ പരലോകത്ത് നേരിടേണ്ടതെന്നറിയോ? വഹും യുഹാസബൂന ഹിസാബൻ യസീറാ. അവർ ലഘുവായ ഒരു വിചാരണ നാളെ നേരിടേണ്ടി വരുന്നവരാ. അവർ ലഘുവായ വിചാരണ നേരിടേണ്ടി വരുന്നവരാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ആയിഷ ബീബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഹിസാബുൽ യസീർ? ആയിഷ ബീവിയോട് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അല്ലാഹു പെട്ടെന്നൊരു വിചാരണ നടത്തി അങ്ങ് വിട്ടാൽ രക്ഷപ്പെട്ടു. അതല്ല, കൊടയാൻ നിന്ന, തലനാരിടെ പരിശോധിക്കാൻ നിന്നാൽ പെട്ടത് തന്നെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നാളെ പരലോകത്ത് വിചാരണ ലഘുവാക്കുന്ന വിഭാഗമാണ് മുഖത്തസരീയങ്ങള്. സഹോദര, ആ വിഭാഗത്തിലെങ്കിലും നമ്മൾ പെടണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നമസ്കരിച്ച 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയത്തിൽ അള്ളാഹു വിചാരണ എന്ന് ചുരുക്കുകയാ. ആ വിചാരണ ചുരുക്കിയിട്ട് നമ്മളെ
അള്ളാന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയാ. അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവരാരാണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അവരാരാണ് സഹോദര? അവരാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സാബിഖീങ്ങള്. സാബിഖീങ്ങളാണ്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്. അവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ താല്പര്യത്തോട് അവര് സാബിഖീങ്ങളായി അവര് മുൻകടന്നു പോയി എന്ന് ഖുർആൻ പറഞ്ഞത്. അവരുടെ അടയാളം എന്തെന്നറിയോ? അവരുടെ അടയാളം എന്തെന്നറിയോ? ആ അടയാളം പറയാം. നമുക്ക് അങ്ങനെയായി ജീവിക്കണ്ടേ സഹോദരങ്ങളെ? പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രസംഗം വെച്ചാൽ മാത്രം പോരാ, പ്രസംഗം കേട്ടാൽ മാത്രം പോരാ. പ്രസംഗിക്കാനും പ്രസംഗം വെക്കാനും കേൾക്കാനും ആളുകളുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണം, ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടേണ്ടതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സാബിഖീങ്ങളിൽ നമുക്ക് പെടാൻ കഴിയണം. അവരുടെ അടയാളം എന്തെന്നല്ലേ? അവർ ഫർളായതൊന്നും ഉപേക്ഷിക്കൂല, സുന്നത്തായതൊന്നും അവർ ഉപേക്ഷിക്കുന്നതല്ല. ഫർളായതൊന്നും അവർ ഉപേക്ഷിക്കൂല, സുന്നത്തായ ഒന്നും അവർ ഉപേക്ഷിക്കൂല. തീരുന്നില്ല. ഹറാം അവർ ചെയ്യൂല, കറാഹത്തും അവർ ചെയ്യൂല. തീരുന്നില്ല. അനുവദനീയമായ അല്ലാഹ് അനുവദിച്ചു കൊടുത്തതിൽ പലതും അവര് വേണ്ടെന്ന് വെക്കുന്നവരാ. ഹറാമുമില്ല, കറാഹത്തുമില്ല, ബഅ്ലുൽ മുബാഹത്തുമില്ല. അല്ലാഹ് അനുവദിച്ചു കൊടുത്തു. നല്ല മട്ടൻ ബിരിയാണി, നല്ല മട്ടൻ ബിരിയാണി, ബീഫ് ഉലത്തിയതും ചിക്കൻ ഫ്രൈയും, കൊണ്ടാടിയതും കൊണ്ടാടാത്തതും എന്ത് വേണോ കഴിക്കാം. ഇസ്ലാമിൽ ഒരു തെറ്റുമില്ല. ചില മഹാന്മാരെ കണ്ടിട്ടില്ലേ? എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. കാരണം എന്താ? എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. ഞാൻ സുഖം കണ്ടെത്തിയിരിക്കുന്നത് എൻ്റെ റബ്ബിനെ ഓർക്കുന്നതിലാ. എൻ്റെ പടച്ച ആവശ്യത്തിന്, ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണം. അതിനപ്പുറത്തൊന്നും വേണ്ട, അതിനപ്പുറത്തൊന്നും വേണ്ട. എന്നാലോചിച്ച് നോക്കിയേ, ആ ഒരു നിലയിൽ ജീവിച്ച മഹത്തുക്കൾ അന്നല്ല ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഭൗതികാസ്വാദനങ്ങളിൽ, ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ ഒരിക്കലും വീണു പോകാതെ ആ വിഭാഗത്തിൽ 1000 വട്ടം പറയുന്നു, ഞാൻ പെട്ടിട്ടില്ല, ഞാൻ പെട്ടിട്ടില്ല. 1000 വട്ടം പറയുന്നു. കാരണം എന്താ? ദുനിയാവിൽ അള്ളാഹു നിഷിദ്ധമാക്കിയത് ഒഴിവാക്കാം, അള്ളാഹു കറാഹത്താക്കിയതും വേണ്ടെന്ന് വെക്കാം, അള്ളാഹ് നിർബന്ധമാക്കിയത് ചെയ്യാം, സുന്നത്താക്കിയതും ചെയ്യാം. പക്ഷേ അള്ളാഹു അനുവദിച്ചു തന്ന പലതും വേണ്ടാന്ന് വെച്ചിട്ട് വിരക്തി പ്രകടിപ്പിച്ച് ഭൗതികാസക്തിയോട് വിട പറഞ്ഞിട്ട് ഒരു സുഹൃത്തിന്റെ മണ്ഡലത്തിലേക്ക് പാഞ്ഞു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. നമുക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കണം. ഒരു സഹാബിയുടെ കയ്യിൽ, പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോകും, സഅദ് എന്നാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ, റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ അള്ളാന്റെ ഹബീബ് ആരോടാണോ സംസാരിച്ചത്, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒരു സംഗതി ഇരിക്കുന്നു. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്താ കൈയിരിക്കുന്നത്? കുറച്ച് മാംസമാണ് നബിയെ. മനസ്സിന് വല്ലാത്തൊരു പൂതി, മനസ്സിന് വല്ലാത്തൊരാഗ്രഹം. കുറെ നാൾ കൊണ്ട് ചിന്തിക്കുന്നു ഇതൊന്ന് വാങ്ങണമെന്ന്. ഞാൻ അങ്ങനെ വാങ്ങി റസൂലേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, മനസ്സാഗ്രഹിക്കുന്നതിനൊക്കെ നിന്നു കൊടുത്താൽ അതത്ര ശരിയല്ലല്ലോ. മനസ്സ് കൊതിക്കുന്നതിനൊക്കെ നിന്നു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ആത്മസംസ്കരണത്തിന്റെ നഭോമണ്ഡലത്തിൽ ഏറ്റവും വലിയ വിപ്ലവാത്മകമായ, ഏറ്റവും വലിയ ഒരു വലിയ പാട്ട് പാടിക്കൊടുത്തു അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ അറിയാത്തവരില്ലല്ലോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ് ഒരു കിഴവി വന്നിട്ട് എനിക്കൊരു വീട് നിർമ്മാണത്തിന് പൈസ വേണമെന്ന് പറഞ്ഞത്. ആ സമയത്താണ് ഉമറിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് ഉമറിന്റെ വീടെന്ന് വീട്ടുകാരി പറഞ്ഞപ്പോൾ, ഈ വീട് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയുടേതാണോ? അമീറുൽ മുഅ്മിനീന്റെ വീട് ഇതാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് വീടിന്റെ നിർമ്മാണം നടത്തണം? വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയ സംഭവം. കുറച്ച് മുന്തിരി കഴിക്കണമെന്ന കൊതി വന്നപ്പോൾ, എനിക്ക് മുന്തിരി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഒരു കൊല മുന്തിരിക്കുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലേ? അധികാരത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം നേടിയ നിങ്ങൾക്കതിന് കഴിവില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇതൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആരായി ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് നിങ്ങൾക്കറിയോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ രണ്ടാമൻ. ആരായി ഉമർ? ഒന്നാമൻ ഉമർ രണ്ടാമനും തമ്മിലുള്ള ബന്ധം അറിയോ? അതൊക്കെ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ആ ബന്ധങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കണം.
ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നുപോയി. രാത്രി രണ്ട് പെണ്ണുങ്ങൾ സംസാരിക്കുകയാണ്. പണ്ടുള്ള കഥയാണ്, അറിയാം. എന്താ സംസാരമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാതോർത്ത് നിന്നു. എന്തിനാ രാത്രി പോയത്? വേഷം മാറി വോട്ട് പിടിക്കാനല്ല, ചാരായം പാറ്റാനല്ല, പിന്നെയോ പ്രജകളുടെ ക്ഷേമാന്വേഷണങ്ങൾക്ക് പോയതാ. അപ്പോൾ ഒരു സ്ത്രീ ഉമ്മയാണ് മോളോട് പറയുന്നു, മോളെ എഴുന്നേക്ക്, എന്തുറക്കമാ നീ, എഴുന്നേക്ക് മോളെ, പെട്ടെന്ന് പാലിൽ വെള്ളം ഒഴുക്കി. എന്താ ഉമ്മ? പെട്ടെന്ന് ആളുകൾ വരൂലേ, അവർക്ക് കൊടുക്കണ്ടേ? ഉമർ എങ്ങാനും അറിഞ്ഞ ഉമ്മ നമ്മൾ അകത്താണ്. ഉമർ എങ്ങനെ അറിയും മോളെ ഈ ഉറക്കത്തിൽ രാത്രിയില്? ഉമർ അറിയില്ലെങ്കിൽ ഉമറിന്റെ പടച്ചു അറിയൂലേ ഉമ്മ? തിരിച്ചൊരു ചോദ്യം. വീട് മാർക്ക് ചെയ്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ഇങ്ങനെയും മദീനയിൽ പെണ്ണുങ്ങളുണ്ടോ? പിന്നീട് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഞാൻ അമീറുൽ മുഅ്മിനീൻ ഉമറാണ്. എന്താ അങ്ങ് വന്നത്? ഞാൻ വന്നത് ഒരു കാര്യം ആവശ്യപ്പെടാനാണ്. എന്താണ് ആവശ്യം? നിങ്ങളുടെ ഈ മകളെ നിന്റെ മകന് കല്യാണം കഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഈ മകനെ എൻ്റെ മകന് കല്യാണം കഴിച്ചു കൊടുക്കണം. ചായക്കച്ചവടം നടത്തിയിട്ട് പിന്നെ പ്രധാനമന്ത്രിയായതല്ല. പ്രധാനമന്ത്രിയായതിനു ശേഷം പിന്നീട് പാൽ കച്ചവടക്കാരുടെ മോളെ കെട്ടിയ പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹതിയായ ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മോളെ എൻ്റെ മകന് കെട്ടിച്ചു കൊടുക്കണം. ഉമറെ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണോ? ഇത് ഉമറിന്റെ ഭാഷയാണിത്. ഇത് അമീറുൽ മുഅ്മിനീന്റെ കൽപ്പനയാണ്. മര്യാദക്ക് ചെയ്തോളണമെന്ന് നിർബന്ധം പിടിച്ചു. അറിയാലോ, വെട്ടൊന്ന് കഷ്ണം രണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കല്യാണം കഴിച്ചു. ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പെൺകുട്ടി പിറന്നു, പേര് ഫാത്തിമ. ആ ഫാത്തിമ വലുതായി കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ഫാത്തിമയ്ക്ക് ഒരു മോൻ പിറന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്ക്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന് പാൽക്കാരി പെണ്ണിലുണ്ടായ കുട്ടിയുടെ കുട്ടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ രണ്ടാമൻ. ചരിത്രം മനസ്സിലാക്കണം നമ്മൾ. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരിക്കൽ അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ നിന്ന് തിരക്കൊഴിഞ്ഞിട്ട് ആളുകളുടെ കേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഹൽവ കൊടുത്തു, ചെറിയൊരു മധുരം കൊടുത്തു. അപ്പൊ ഭാര്യയോട് ചോദിച്ചു, ഇത് എവിടെന്നാ പെണ്ണേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ നിങ്ങൾ എനിക്ക് ചെലവിന് തരുന്ന, അദ്ദേഹത്തിന് വേറെ കവുങ്ങിക്കയറ്റമൊന്നും ഇല്ലല്ലോ, അദ്ദേഹത്തിന് വേറെ തെങ്ങിക്കയറ്റമൊന്നുമില്ല, ഈത്തപ്പഴം പറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന് ബൈത്തുൽ മാലിൽ നിന്നൊരു ചെറിയ വിഹിതമുണ്ട്. ആ വിഹിതം, ചെറിയ ചെലവിനുള്ളൊരു വിഹിതം, അതിങ്ങനെ ഭാര്യയ്ക്ക് കൊടുത്തപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങൾ തന്നത് ഞാൻ മിച്ചം പിടിച്ച് മാസങ്ങളായി ഞാൻ അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് അവസാനം തികഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മധുരം ഉണ്ടാക്കി തന്നതാ. നമ്മളാണെങ്കിൽ എന്താ പറയാ? നീ എത്ര സ്നേഹമുള്ളവളാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ ഞാൻ തരുന്നതിന് മിച്ചം പിടിക്കാൻ പറ്റുമല്ലേ? ഞാൻ തരുന്നതിൽ നിന്ന് നിനക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ടല്ലേ? അതെ, എന്നാൽ നിനക്ക് ഞാൻ തരുന്ന റേഷനിൽ നിന്ന് കുറയ്ക്കാൻ പോവാ. നീ മിച്ചം പിടിക്കുന്നത് കുറയ്ക്കാൻ പോവാണ്. അഭിനവ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും മനോഹരമായ അധികാരത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കനകക്കട്ടിയിൽ തൊട്ടിട്ട് അവസാനം മാറാതെ ഇറങ്ങിപ്പോയ രാജാക്കന്മാര്, ഭരണാധികാരികൾ നമ്മുടെ മുമ്പിലുണ്ടോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് ഇഷ്ടപ്പെട്ട മധുരം കൊടുത്തപ്പോൾ പോലും ഖജനാവിൽ നിന്ന് തരുന്നതിൽ ഞാൻ വെട്ടിച്ചുരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ലിമിറ്റ് വെച്ച ഭരണാധികാരി, അള്ളാഹ് അനുവദിച്ചതുപോലും വേണ്ടാന്ന് വെച്ച മഹാന്മാര് നമ്മുടെ മുമ്പിൽ ഭരണീയരായിട്ടല്ല ഭരണാധികാരികളായി ഉണ്ടായിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ മൂന്നാമത്തെ വിഭാഗം, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവര് സാബിഖീങ്ങളാണ്, മുൻകടന്നു പോയവരാണ്. പിടിച്ച കിട്ടൂല. എന്നാലോചിച്ചു നോക്കിയേ, അവര് ഹറാം ഒഴിവാക്കി, കറാഹത്ത് ഒഴിവാക്കി, അനുവദനീയമായതും അവരൊഴിവാക്കുന്നവരാണ്. അവര് നാളെ പരലോകത്ത് എന്താ നേരിടുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ആഖിറത്തില് അവരെങ്ങനെയാണ് പരലോകത്ത് നേരിടേണ്ടി വരുന്നത്? വഹും യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗം കിട്ടുന്നത് എങ്ങനെയാണ്? അവർക്ക് സ്വർഗം ലഭിക്കുന്നത് എങ്ങനെയാണ്? ബിഗൈരി ഹിസാബ്, വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിലേക്ക് അവരെ അല്ലാഹ് കൊണ്ടുപോകുന്നതാണ്. വിചാരണ പോലും അവർക്കില്ല.
അവരെ നേരെ കൊണ്ടുപോകുന്നതാണ്. അല്ലാഹ് നിങ്ങളൊന്ന് മനസ്സിലാക്കി, റബ്ബ് നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.